എബ്രായലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം എന്ന പദമാണ്. 66 പുസ്തകം അടങ്ങിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ തിരുവെഴുത്ത് എളിവരാ നമ്മുടെ കയ്യിൽ ലഭിച്ചതാണ് ഏറ്റവും വലിയ അത്ഭുതം. അത് വായിക്കാനും അത് ഗ്രഹിക്കാനും അത് പ്രസംഗിപ്പാനും നമ്മുടെ എളിയ ജീവിതത്തിൽ യഹോവ ദൈവം തന്നത് എന്ത് വലിയ ഭാഗ്യമല്ലേ. അനേകർക്ക് ഈ സന്തോഷം ലഭിക്കുന്നില്ല എന്നത് വേദനയോടുകൂടെ ഓർക്കുന്ന ദിവസത്തിൽ നമ്മെ ആ ഒരു പുസ്തകത്തിൻ്റെ മർമ്മം മനസ്സിലാക്കുവാൻ നമ്മെ ദൈവം പ്രാപ്തനാക്കി തീർത്തു. ഒന്നിട്ട് പറയാം, എത്രയോ പ്രാവശ്യം നാം ക്ഷീണിച്ചു, എത്രയോ പ്രാവശ്യം തകർന്നുപോയി. ചില പ്രശ്നങ്ങൾ നമ്മെ കൊണ്ടുപോകത്തുള്ളേ എന്ന് നാം ചിന്തിച്ചു ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ആ സമയത്ത് ഒരു വചനത്തിനൊരു വിത്ത് നമ്മുടെ അകത്തേക്ക് വന്ന് വീണതല്ലേ നാം ഇന്നും ജീവൻ ശേഷിച്ചിരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ആരും, എനിക്ക് തോന്നുന്നില്ല, നാം ജീവിക്കുമെന്ന്. ആത്മഹത്യ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ആ രോഗം നമ്മെ കൊണ്ടേ പോകത്തുള്ളായിരുന്നു. ആ വന്നു പതിച്ച നിരാശയുടെ വാക്കുണ്ടല്ലോ, നമ്മെ ഒരു മാനസിക രോഗിയാക്കി മാറ്റാമായിരുന്നു. സ്തോത്രം. ഒരിക്കൽ സന്തോഷത്തോടെ കുടുംബം നയിപ്പാനോ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനോ, കുഞ്ഞുങ്ങൾക്ക് പഠിപ്പാനോ, അവർ നല്ല ഭാവിയിലോട്ടോ പോകാൻ പറ്റത്തില്ലായിരുന്നു. ഈ വചനത്തിൻ്റെ വിത്ത്, വചനത്തിൻ്റെ മർമ്മം, അതിൻ്റെ വെളിപ്പാട് നമ്മുടെ അകത്ത് വീണതുകൊണ്ടാണ് ഇന്നും നാം ജീവൻ ശേഷിച്ചിരിക്കുന്ന കാര്യം ഞാൻ പറയാതെ തന്നെ ദൈവമക്കൾ ബോധ്യമുള്ള കാര്യമാണ്. എന്നാൽ ഈ പുസ്തകത്തെ നിർവീര്യമാക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ ശക്തന്മാരെന്ന് പറയുന്ന വ്യക്തികളെല്ലാം തലപൊക്കി. പക്ഷേ അവർ ലോകത്തോട് വിട പറഞ്ഞതല്ലാതെ ജനത്തെ ജീവിപ്പിക്കുന്ന, ജനത്തിന് ചൈതന്യം കൊടുത്ത് പ്രാപ്തനാക്കുന്ന ഈ പുസ്തകത്തിന് ഒരു പോറൽ പോലും വന്നിട്ടില്ല. ഒരിക്കൽ നിരീശ്വരവാദിയായ വോൾട്ടയർ തൻ്റെ ഭവനം ജനീവയിലാണല്ലോ, ആ ജനീവ ഭവനത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ ബൈബിൾ, ഈ വിശുദ്ധ ഗ്രന്ഥം അടുത്ത 100 വർഷം കഴിയുമ്പോൾ ഒരു പഴഞ്ചൻ പുസ്തകമായി മാറും. അതിനെ കാണണമെങ്കിൽ ലൈബ്രറിയിലോ വല്ല കാഴ്ച ബംഗ്ലാവിലോ പോയി മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ 20 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലോകത്ത് വിട പറഞ്ഞു. വിട പറയുന്ന മുമ്പേ അദ്ദേഹത്തിൻ്റെ വാഗൊണ്ട് തിരുത്തി പറപ്പിച്ചിട്ടാണ് കർത്താവ് വിട്ടത്. എന്താ തിരുത്തി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഇന്നും വളരെ ശക്തമായി കിടക്കുന്ന വാക്കാണ്, ഈ ബൈബിൾ പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തുവാണ്. ഇന്നും പുസ്തകത്തിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരുത്തി പറഞ്ഞിട്ടേ അവരെ വിട്ടിട്ടുള്ളൂ. അതായി പുസ്തകത്തിൻ്റെ സവിശേഷത. എന്നാൽ ഇന്ന് രാവിലെ ഈ സന്ദേശ ദൈവമക്കൾ പറയാം, വോൾട്ടയർ നശിച്ചു പോയെങ്കിലും ബൈബിൾ നശിച്ചില്ലല്ലോ. ഇതിനെതിരായിട്ട് എത്രയോ വ്യക്തികൾ സംസാരിച്ചു. പക്ഷെ ഇന്നും അത് വിജയശ്രീയിലാണ് നിൽക്കുന്ന കാര്യം. എന്നെ ജീവിപ്പിക്കുവാൻ, നിങ്ങളെ ജീവിപ്പിക്കുവാൻ, ഇനി വരുന്ന തലമുറകളെ ജീവിപ്പിക്കുവാൻ ഈ പുസ്തകത്തിന് ശക്തിയും കരുത്തും ഉള്ളതുകൊണ്ട് മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്ഷീണിച്ചിരിക്കുന്ന ചില വ്യക്തികളോട്, ഭാരപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളോട്, മാനസികമായിട്ട് തകർന്നിരിക്കുന്ന വ്യക്തികളോട്, ശുശ്രൂഷ നിമിത്തം ശുശ്രൂഷയിൽ കൂടെ വലിയ വെല്ലുവിളി അഭിമുഖിച്ച് നിൽക്കാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ട ദൈവദാസന്മാരെ, ഈ വിശുദ്ധ വചനത്തിൻ്റെ വെളിപ്പാട് നിങ്ങൾ പ്രസംഗിച്ചില്ലേ? അത് വായിച്ചില്ലേ? ജനത്തെ വായിച്ച് കേൾപ്പിച്ചിട്ടില്ലേ? അത് നമ്മുടെ ജീവിതത്തെ തകരാനല്ല, പ്രബലപ്പെടാൻ കരുതിയായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രബലപ്പെടും, നേട്ടങ്ങൾ കൈവശമാക്കുവാടിയായിത്തീരും. അവിടെ ഞാൻ ഒന്നുകൂടി ആ വാക്ക് പറഞ്ഞ് നിർത്തട്ടെ. പുസ്തകം നശിക്കത്തില്ല, പുസ്തകം ജീവിക്കും. പുസ്തകം ജീവിക്കുന്നിടത്തൊപ്പം തന്നെ ഞാനും ജീവിക്കും, എൻ്റെ കുടുംബം ജീവിക്കും, എൻ്റെ ശുശ്രൂഷ ജീവിക്കും, നാം അഭിമുഖീകരിക്കുന്ന സകല വിഷയം ജീവിക്കും. ഇന്ന് രാവിലെ കടഭാരങ്ങളാലും മാനസിക സംഘർഷത്താലും കുടുംബജീവ തകർച്ചകളാലും കുഞ്ഞുങ്ങൾ വിഷയമായിട്ടായിരുന്നാലും അവരുടേതായ ദോഷ പ്രവൃത്തി നിമിത്തവും ഒക്കെ മാനസികമായ ഭാരം അനുഭവിക്കുന്നവരെ ഇന്ന് രാവിലെ എൻ്റെ ആത്മാവിൽ പറയാം, ആ ദൈവം അതെല്ലാം റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ്, എല്ലാം കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ലൈഫ് ദൈവം തിരികെ പിടിപ്പിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഈ സന്ദേശം ദൈവം മക്കൾ തകരത്തില്ല, കേട്ടോ, ഉടഞ്ഞു പോകത്തില്ല. ഒരത്ഭുതം അനുഭവിക്കുവാൻ തക്കവണ്ണമുള്ള സമയമാകും. അതുകൊണ്ട് ദൈവം മാനകുലത്തിന് അനുഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിശുദ്ധ ബൈബിളിൻ്റെ ശ്രേഷ്ഠത അനുഭവിപ്പാൻ
ദൈവം എനിക്കും നിങ്ങൾക്കും എളിയവൻ എനിക്കും ഈ സമയത്ത് ഈ സന്ദേശം അറിയിപ്പാൻ തക്കണം ഭാഗ്യം തന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ വെളിപ്പാട് മുമ്പാകെ പറയാം, യഹോവയുടെ വചനം ജീവനാണ്, ചൈതന്യമാണ്. അത് ജീവിതത്തിനകത്ത് നേട്ടത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ക്ഷീണം വരുത്തി നശിപ്പിക്കാൻ ദൈവം സമ്മതിക്കില്ല. രക്ഷപ്പെടും കേട്ടോ, രക്ഷപ്പെടും. അത്ഭുതം അനുഭവിക്കും. നിസ്സാരമായിട്ട് ഉയർച്ചയല്ല, ഭയങ്കര ഉയർച്ചയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് യഥാർത്ഥ വചനമാണ്. അത് വെറുതെ നമ്മുടെ അടുക്കലേക്ക് വരില്ല. അത് അയച്ച കാര്യം സാധിച്ചിട്ട് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും കേട്ടോ, പറക്കാരിക്ക് പകരം കൊഴുന്ന് മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ അവകാശമായി മാറും. ആ ശ്രേഷ്ഠ സന്തോഷം പ്രാപിപ്പാൻ ദൈവമക്കളെ അനുവദിക്കട്ടെ. യഹോവയുടെ വചനം ജീവനും ചൈതന്യം. ഗാഡ് ബ്ലെസ് യു.